മുഖവും തിരിച്ചുകൊണ്ട് അത് അതിന്റെ പാട്ടിന് പോയത്? അത് പേരെഴുതി വെച്ചതൊന്നല്ല മമ്മി. ആ പന്ന പിശാശി ജഗദീഷിന്റെ മണ്ടത്തരം കൊണ്ട് സംഭവിച്ചതാ. അതിലും കാര്യമില്ലാണ്ടില്ല. അവന്റെ അത്യാഗ്രഹം മൂത്തൊടുവില് കക്ഷത്തിരുന്നതും പോയി, ഉത്തരത്തിലിരുന്നത് കിട്ടിയുമില്ലാന്നായി. അങ്ങനെ എന്ത് പ്രത്യേകതയാണോ അവൻ ആ മേഘനയിൽ കണ്ടത്? പന്നക്കാലൻ എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? എന്റെ 10 ലക്ഷേ, എന്റെ 10 ലക്ഷേ. മമ്മി 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 ഇങ്ങനെ 10 ലക്ഷം എന്ന് പറഞ്ഞ പദം പെറുക്കിക്കൊണ്ട് നടന്നാലേ ആ ചാരു എല്ലാ കാര്യങ്ങളും പിടിച്ചെടുക്കുവേ. മമ്മി, ചാരു വരുന്നുണ്ടോ? ഒന്ന് അടങ്ങി നിന്നോളേ. ചെറിയമേനെ ആരോ വിളിക്കുന്നുണ്ട്. മമ്മി, ജഗദീഷിന്റെ പേര് ആ ചാരു കാണാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ അവള് കാര്യം പിടിച്ചെടുത്തേനെ. അല്ല മമ്മി, അവൻ എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? എനിക്ക് എങ്ങനെ അറിയാടി? ഹലോ ഹലോ ആന്റി, ഞാൻ ജഗദീഷ. ഉമ്മാക്കി പണി ഒപ്പിച്ചിട്ട് എന്ത് ധൈര്യത്തിലാടാ നീ എന്നെ വിളിച്ചേ? വെച്ചിട്ട് പോടാ. ആന്റിയോട് ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ വേണ്ടേ, ഇപ്പൊ തന്നെ ചാണകക്കുഴിയിൽ കാല് വെച്ച പോലായി. ഇനി അതിൽ കല്ലെടുത്തെറിഞ്ഞ് തെറിപ്പിക്കല്ലേ. ഇപ്പൊ തന്നെ അടിമുടി നാറ്റ കേസായി അന്തം വിട്ട് നിക്കുവാ. പ്ലീസ് ആന്റി, ഒരു 5 മിനിറ്റ് മതി, ഞാൻ നേരിട്ട് കണ്ടുപോക്കോളാം. ശരിയെന്നാ, വീട്ടിലേക്കൊന്നും വരണ്ട. ഇങ്ങോട്ട് ഇറങ്ങുന്ന ഇടവഴിയിൽ വെയിറ്റ് ചെയ്. കുറച്ചു കഴിഞ്ഞ് ഞാൻ പയ്യെത്തിക്കോളാം. ശരി ആന്റി. ഇവൻ എന്താ എന്നോട് സംസാരിക്കാനുള്ള? ഡോക്ടർ എന്താ ഇവിടെ? ഞാനാ വിളിപ്പിച്ചേ. ഇന്ന് നിനക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലേ മേഘനെ? ഇഞ്ചക്ഷനോ? അതെ, ഇഞ്ചക്ഷൻ തന്നെ. ഇതിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ മിഥുനേട്ടാ. ഇതിനെന്തിനാ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നേ? ഡോക്ടറെ, അതിന്റെ ഒന്നും കാര്യമില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ. മഞ്ജരി, മേഘനെ അവിടെ ഇരിക്കേ. എന്തുപറ്റി മേഘനെ? നീ രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലേ? അങ്ങനെയൊന്നുമില്ല മിഥുനേട്ടാ, ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. പിന്നെന്താ നിന്റെ കണ്ണു വല്ലാതെ ചുമന്നിരിക്കുന്നേ? ആണോ ഏട്ടാ? അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മിഥുനേട്ടാ. രാത്രി ഇരുന്ന് ഓഫീസ് വർക്ക് മുഴുവൻ ചെയ്യുമായിരിക്കല്ലേ? അങ്ങനെയൊന്നുമല്ല മിഥുനേട്ടാ. മേഘനെ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല.
എന്നും പറഞ്ഞ് ഓഫീസിന് വേണ്ടി വീട്ടിലിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, കേട്ടല്ലോ? പിന്നെ മേഘനെ, ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടോ? എപ്പോഴാ ഇഞ്ചക്ഷൻ എടുത്തേ? ഇപ്പൊ തന്നെ. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് നിനക്ക് ഇഞ്ചക്ഷൻ പേടിയാണെന്ന് എനിക്കറിയായിരുന്നു. പണ്ടൊരിക്കൽ ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ആ ഹോസ്പിറ്റലിന്റെ ചുറ്റും കിടന്ന് ഓടിയ പാർട്ടിയാ നീ. എന്തൊരു ബഹളമായിരുന്നു അന്ന്. അതുകൊണ്ടാ ഇന്ന് നിന്നെ ഞാനൊന്ന് ഡൈവേർട്ട് ചെയ്തേ. മിഥുനും മേഘനയും ഇതുപോലെ എന്നും ഇങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കഷ്ടമുണ്ട് മഞ്ജരിയുടെ കാര്യം. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. മിഥുൻ ഇത് എന്തിന്റെ കേടാ? മഞ്ജരിയുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ മേഘനയോട് കൊഞ്ചി കുഴയുന്നേ. മിസ്റ്റർ മിഥുൻ, ഞാൻ ഇറങ്ങുവാ. താങ്ക് യു ഡോക്ടർ. മഞ്ജരി, നമുക്ക് ഓഫീസിലേക്ക് പോയാലോ? യെസ് മിഥുൻ. വെയിറ്റ്, ആ മേഘനന്ദയെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറയണേ. മേഘനന്ദ വന്നിട്ട് ഇപ്പൊ ഓഫീസിൽ മലമറിക്കാൻ എന്താ ഉള്ളേ? ഇന്ന് ക്ലയന്റ് മീറ്റിംഗ് ഉള്ളതല്ലേ, ആ മീറ്റിംഗിൽ മേഘനന്ദ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അവളെ ഒന്ന് ഫോൺ ചെയ്ത് വേഗം വരാൻ പറയാം. എന്തു പറ്റി മിഥുൻ? മേഘനന്ദ ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയായിരുന്നു മിഥുൻ, എംപ്ലോയീസിന്റെ സ്ഥിരം പരിപാടിയാ. വീട്ടിൽ ചെന്ന ജോലിയുടെ റെസ്പോൺസിബിലിറ്റിയോ ബോസിനോട് റെസ്പെക്റ്റോ ഉണ്ടാവില്ല. അതിനൊരു ഫോൺ എടുത്തില്ലെന്ന് കരുതി എന്ത് റെസ്പെക്റ്റ് ഇല്ലെന്നാ പറയുന്നേ? അവിടെ വേറെ വല്ല തിരക്കിലുമായിരിക്കും. ഹലോ. ഹലോ മേഘനന്ദ, ഇന്ന് താൻ ഓഫീസിലേക്ക് കുറച്ച് നേരത്തെ എത്തേണ്ടി വരുവേ. ഓക്കെ സർ, ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ, സീ യു. മേഘനെ, മേഘനെ. മിഥുനേട്ടാ. മേഘനെ. എന്താ മിഥുനേട്ടാ? മേഘനെ, അല്ലെങ്കിൽ തന്നെ കൈ വയ്യാണ്ടിരിക്കുക. ഇന്ന് നീ ഓഫീസിൽ പോകണ്ടെന്ന് വെക്കേ. വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞാ മതി. അല്ല മിഥുനേട്ടാ, ഞാനങ്ങനെ. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ നിനക്ക് റെസ്റ്റ് അല്ലേ വേണ്ടത്? അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ നോക്ക്, മനസ്സിലായല്ലോ? ആയിക്കോട്ടെ മിഥുനേട്ടാ. മഞ്ജരി, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ശരി മിഥുൻ, ഞാൻ ബാഗ് എടുത്തോണ്ട് വരട്ടെ, നിക്ക്. മേഘന ഓഫീസിലേക്ക് പോവണ്ടെന്ന്. മേഘനന്ദിയാണെങ്കിൽ അവിടെ എത്താൻ വേണം. ഇപ്പൊ എന്താ ചെയ്യാ? എങ്ങനെ എവിടെ നിന്നൊന്ന് മുങ്ങുക? ആന്റി, ഞാനെന്നാ ഓഫീസിൽ പോയിട്ട് വരാം. മഞ്ജരി, ഞാൻ ഈ കാണുന്നതൊക്കെ സത്യം തന്നെയാണോ? ആന്റി എന്താ ഉദ്ദേശിച്ചത്? മേഘനയെ കാണുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞവള് അവളെ തന്നെ സേവിച്ചോണ്ട് നടക്കണല്ലോ. ഒരാൾക്ക് കഷ്ടകാലം വന്നാ നല്ല കാലം വെച്ച് ചട്ടി നടക്കേണ്ടി വരുമെന്നോ? ഇപ്പൊ എന്റെ സമയം അങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെയാ. നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല മഞ്ജരി. മിഥുന്റെ സ്വഭാവം കണ്ടില്ല ആന്റി? മേഘനയ്ക്ക് വയ്യാത്തോണ്ട് അവളെ കൊണ്ടൊന്നും ചെയ്യിക്കരുതെന്നാ പറയുന്നേ. എന്തൊരു കരുതൽ അവളുടെ കാര്യത്തിൽ. അവന്റെ സ്നേഹമല്ലേ അതൊക്കെ. മേഘനയെ ശുശ്രൂഷിക്കുന്നത് അവന്റെ കരുതലായിട്ട് അവനിപ്പോ കരുതുന്ന. ഇപ്പൊ മിഥുൻ വിചാരിക്കുന്ന ഈ കടമ ഞാൻ എന്റെ ചുമലിൽ താങ്ങാൻ ശ്രമിച്ചില്ലെങ്കിൽ അവളെ പരിചരിക്കാനാണെന്നും പറഞ്ഞ് മിഥുൻ അവളുടെ പുറകെ കൊഞ്ചിക്കൊഴഞ്ഞു നടക്കും. അതും ശരിയാ മഞ്ജരി, ഞാൻ ആ കാര്യം ഓർത്തില്ല. ഇപ്പൊ തന്നെ മേഘനയുടെ കാര്യത്തിൽ അവന്റെ മനസ്സിൽ എന്തൊക്കെയോ പോസിറ്റിവിറ്റീസ് ഉണ്ട്. ഇനി അവളെ പരിചരിക്കാനും കൂടി തുടങ്ങിക്കഴിഞ്ഞാ
വിള്ളല് വീണ ബന്ധം വീണ്ടും ഒരക്കിട്ട് ഉറപ്പിച്ച പോലെയോ? എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, കത്താൻ ഒരു മിനിറ്റ് വേണ്ട. ശരി ആന്റി, അതുകൊണ്ടാ ഞാനിങ്ങനെ ശത്രുവിന്റെ പരിചാരികയാവാൻ തയ്യാറായത്. അവളെ സപ്രപഞ്ചത്തിലിരുത്തി ഉരുട്ടി വായി വെച്ചു കൊടുക്കേണ്ട അവസ്ഥ എനിക്ക്. ഛേ, ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മേഘനെ ഈ വീട്ടിൽ നാട്ടി പയിക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോ അവളെ ശുശ്രൂഷിക്കേണ്ട ഗതികേടായി. അവളെ പരിചരിക്കാൻ തുടങ്ങിയതിനു ശേഷം എന്റെ കൈകൾ കാണുമ്പോ എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു. കൂൾ മഞ്ജരി, കൂൾ. മഹാത്മാക്കൾക്ക് പോലും പല സമയത്ത് ശത്രുവിന്റെ മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്തിന് സാക്ഷാൽ മഹാദേവന് പോലും ശനീശ്വരന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാനായിട്ടുണ്ടോ? സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തപ്പോ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി നമ്മൾ മാറണം. പ്രതികൂല സന്ദർഭങ്ങൾ വരുമ്പോ കാലത്തിനൊത്ത് നമ്മളും നമ്മളെ മാറ്റിക്കൊണ്ട് മുന്നേറണം. നമുക്കൊരു സമയം വരും, അന്ന് അത്യധികം ശക്തിയോടെ തിരിച്ചടിക്കണം. ആ നാള് വരും വരെ നമ്മൾ സഹനത്തോടെ കാത്തിരിക്കണം. അത്രയും മതി. ഇന്ന് നീ എടുത്ത തീരുമാനം 100% ശരിയാവും. മിഥുനും മേഘനയും ശാശ്വതമായി അകലും വരെ ഇത് നമ്മൾ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? യെസ് ആന്റി, ഞാൻ നോക്കിക്കോളാം. പാദം വരെ താഴേണ്ടി വന്നാലും മേഘനയും മിഥുനും തമ്മിൽ വീണ്ടും അടുക്കാനായി ഒരിക്കലും ഒരു അവസരം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. സംസാരിക്കാൻ വിളിച്ചപ്പോ തല്ലിയത് എന്തിനാ ആന്റി? മതി, നിർത്തടാ. തല്ലിയാ മാത്രം പോരടാ, കൊന്നു കുഴിച്ചു മൂടാ വേണ്ടേ. എത്ര വലിയ സുവർണ അവസരം നീ നശിപ്പിച്ചു കളഞ്ഞേ, മണ്ട മരക്കൊന്തൻ. 10 ലക്ഷം രൂപ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചിട്ട് നയാ പൈസ തരാണ്ട് എല്ലാം കൊണ്ട് വെള്ളത്തിൽ കളഞ്ഞില്ലേടാ. ഇങ്ങനൊക്കെ നടക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലല്ലോ. അത്യാഗ്രഹ ആകാശം മുട്ടുമ്പോ ഒരു റെസ്കിന്റെ കഷ്ണം പോലും കിട്ടില്ലെന്ന് പണ്ടാരാണ്ട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അതിമോഹത്തിന് കിട്ടിയ ശിക്ഷയാടാ ഇത്. 20 ലക്ഷം കൈ കിട്ടിയത് ഓടുന്ന് മുങ്ങിയിരുന്നെങ്കിൽ നിനക്ക് പാതി എനിക്ക് പാതി എന്നും പറഞ്ഞ് പങ്കിടായിരുന്നില്ലേ? പണം മാത്രം പോരെ, പെണ്ണും വേണോന്ന് പറഞ്ഞ അതിനി ജന്മം നടക്കുന്ന കാര്യാണോടാ? വീട്ടുപടിക്കലെത്തിയ ലക്ഷ്മി ദേവിയെയാ ചൂലെടുത്ത് അടിച്ചോടിച്ചത്. മന്ന ബുദ്ധി നിന്നുണ്ടല്ലോ. നിന്നെ വിശ്വസിച്ചെന്നെ ഞാൻ എന്റെ ചെരുപ്പൂരി എന്നെ തന്നെ അടിക്കണം. അങ്ങനെ പറയല്ലേ ആന്റി, ഒന്ന് ഞാൻ പറയുന്ന കേക്ക്. മിണ്ടിപ്പോവരുത്. ചീഞ്ഞ തക്കാളി പിഴിഞ്ഞിട്ട് രസം ഉണ്ടാക്കി മോന്തുന്ന പ്രാന്തനാടാ നീ. നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതി. എവിടെയോ ആല് കിളുത്ത അതും തണലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ജന്മം. ആ തണലത്ത് കേറിക്കൂടാനാണല്ലോ ഞാനും ശ്രമിച്ചത്. എന്റെ അമ്മോ, നീയൊക്കെ കള്ളു കുടിക്കുമ്പോ അച്ചാറില്ലെന്ന് പറഞ്ഞ് മതില് വരെ നക്കുന്ന പന്നയാടാ നീയൊക്കെ. നീ എന്തോ മലമറിക്കുമെന്നും പറഞ്ഞ് നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതി. ഛേ, നീയൊക്കെ എന്തിനാണോ ഭൂമിക്ക് ഭാരം? ആന്റി പ്ലീസ് പ്ലീസ് ആന്റി പ്ലീസ് പ്ലീസ്. ഉള്ള പുളിച്ച തെറിയെല്ലാം കേട്ട് കേട്ട് എന്റെ ചെവിക്കല്ല് പൊട്ടിപ്പോയി ആന്റി. ഇനി ഒരക്ഷരം പറയരുത്. ഇനി ഇതുപോലത്തെ പുളിച്ചത് വല്ലതും പറഞ്ഞോ എനിക്ക് ശരിക്കും വട്ടുപിടിക്കും. വട്ടുമൂത്ത് ഇതില് വട്ടം കറങ്ങി നടക്കും. ശരി, അതൊക്കെ വിട്. നീ എന്തോ പറയാനല്ലേ എന്നെ വിളിച്ചത്, അത് പറഞ്ഞു തൊലക്കേ. അതൊക്കെ പറയാ ആന്റി. ചാരുവിനെ കിഡ്നാപ്പ് ചെയ്തപ്പോഴേക്കും 20 ലക്ഷം തരാൻ തയ്യാറായവര് മേഘനെ കിഡ്നാപ്പ് ചെയ്താ ഒരു 50 തരില്ലേ? എടാ മണ്ട മരമണ്ട, നിന്റെ തലച്ചോറിനകത്ത് പുഴു കുത്തുന്നുണ്ടോടാ? എല്ലാം മനുഷ്യരെ കൊല്ലുന്ന പ്ലാനാണല്ലോ. ഇത് പുഴുകുത്തി ഐഡിയ അല്ല. നമുക്കേ
പെട്ടെന്ന് പണക്കാരാകാൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദേ നോക്ക്, നീയാണ് ചാരുവിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി മേഘനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാ അത് നീയാണ് ചെയ്തതെന്ന് ആരും ആരോടും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. ഇപ്പൊ തന്നെ എല്ലാവരും നിന്നെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കുക. വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാ നിന്റെ ഓരോ അവയവമായിട്ട് പിഴുതെടുത്ത് കടലിൽ കിടക്കുന്ന സ്രാവുകൾക്ക് ഇരയായിട്ട് ഇട്ടു കൊടുക്കും. അതല്ല ആന്റി, ഒന്ന് നല്ലോണം ചിന്തിച്ചു. മതി നിർത്തടാ. ഇനി ഇതുപോലത്തെ പാഴ് ബുദ്ധിയായിട്ട് എന്റെ അടുത്തേക്ക് വന്ന അവര് വേണ്ട, ഞാൻ തന്നെ നിന്നെ കൊന്നുകളയും. ദയവ് ചെയ്ത് കുറച്ചു നാളേക്ക് നീ എന്റെ മുമ്പിൽ വരാതിരിക്കെ. നീ എന്നെ കാണുന്നുണ്ടെന്നോ എന്നോട് സംസാരിക്കുന്നുണ്ടെന്നോ ആരെങ്കിലും അറിഞ്ഞാ അതോടെ എന്റെ ജീവിതം മുടിയും. കുറച്ചു നാളത്തേക്ക് നീയും ആരുടെയും മുന്നിൽ പോയി പെടാതെ വല്ല ഹിമാലയത്തിലും പോയി തപസിരിക്കെ പന്നി. മേഘനന്ദ ഇതുവരെ എത്തിയില്ലേ? ഹലോ. ഹലോ മേഘനന്ദ, എവിടെയാ? ഞാൻ വീട്ടിലാണ് സർ. ഓഫീസിൽ നേരത്തെ വരണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇപ്പോഴും വീട്ടിലാന്ന് പറഞ്ഞ? അത് ഞാൻ സർ. മേഘനന്ദ, എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് നടക്കുക. താനും അതിൽ ഉറപ്പായും പങ്കെടുത്തേ പറ്റൂ. പെട്ടെന്ന് വരാൻ നോക്ക്. ഓക്കെ സർ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാം. വാട്ട് ഈസ് ദിസ് മിഥുൻ? വാട്ട് ഈസ് ദിസ് എന്ന് വെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആഫ്റ്റർ ഓൾ ഈയിടെ ജോയിൻ ചെയ്ത ഒരു എംപ്ലോയിക്ക് വേണ്ടി ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? അവൾക്ക് മാത്രം എന്തിനാ ഇത്രയേറെ ഇമ്പോർട്ടൻസ്? വാട്ട് യു മീൻ മഞ്ജരി? മേഘനന്ദ നമ്മുടെ ഓഫീസിൽ ഒരു സാധാരണ എംപ്ലോയിയാ. അവള് നമ്മുടെ ഇൻവെസ്റ്ററും അല്ല ക്ലയന്റും അല്ല. നീ പറയുന്നത് കേട്ടാ തോന്നും നമ്മുടെ ഓഫീസിലെ സകല കാര്യങ്ങളും അവളുടെ തലയിൽ കൂടി ഓടുന്നതെന്ന്. കമ്പനി MD ഒരു സാധാരണ എംപ്ലോയിയെ ഫോൺ ചെയ്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞ് കാല് പിടിക്കണോ? നീ എന്തൊക്കെയാ പറയുന്ന മഞ്ജരി? എപ്പോ തൊട്ടാ നിനക്ക് ഇതുപോലത്തെ വക്രബുദ്ധി തോന്നി തുടങ്ങിയത്? അതോ നീ വേണ്ടത്ര മെച്ചൂരിറ്റിയോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ പറ്റാതായോ? ആരെ എവിടെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു ഓഫീസാണെന്ന് നീയാ മറക്കുന്നേ. എംപ്ലോയീസിനെ തലകേറ്റി വെക്കുന്നത് നല്ലതിനല്ല. എന്നിട്ട് ഞാൻ ഇമ്മച്യൂർഡ് ആണെന്ന് പറയുന്നോ മിഥുൻ? ഒരു കാര്യം പറഞ്ഞേക്കാം, പലവട്ടം ഞാൻ പറഞ്ഞതുവാ. ഒരു കമ്പനിയുടെ ഓണർ ആണെന്ന് കരുതി അവിടുത്തെ നെടുന്തൂൺ ഒരിക്കലും MD അല്ല. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിയാണ് ആ കമ്പനിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത്. ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയിയുടെ ആത്മാർത്ഥതയാ ആ കമ്പനിയുടെ ബലം കൂട്ടാൻ സഹായിക്കുന്നത്. ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ വളരാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം. അവകാശപ്പെട്ട സ്ഥാനവും ബഹുമാനവും കൊടുക്കണം. എംപ്ലോയീസിനെ പരിഗണിക്കണ്ടെന്നോ അവർക്ക് സ്ഥാനം കൊടുക്കരുതെന്നോ ഒന്നും ഞാനും പറഞ്ഞില്ല മിഥുൻ. ആ മേഘനന്ദയുടെ കാര്യത്തിൽ മാത്രം ഈ പ്രത്യേക പരിഗണന എന്തിനു നീ കാണിക്കുന്നേ ചോദിച്ചോളൂ. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് മഞ്ജരി. നീ എന്ത് ഭ്രാന്തായി വിളിച്ചു പറയുന്നതെന്ന് വല്ല വിവരമുണ്ടോ? മേഘനന്ദ ജോലിക്ക് കയറിയപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതല്ലേ. അവള് നല്ല മിടുക്കിയായ ഒരു കുട്ടിയാ. നല്ലൊരു പോസ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള സാമർഥ്യമുണ്ട്. അവളുടെ ടാലന്റ് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കമ്പനിക്ക് തന്നെയല്ലേ മുതൽക്കൂട്ട്. നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്നവരുടെ ടാലന്റ്സ് നമുക്ക് പ്രയോജനപ്പെടുന്ന പോലെ ഉപയോഗിക്കണം. അതല്ലേ നമ്മുടെ മിടുക്ക്. മേഘനന്ദ നല്ല ടാലന്റ് ഉള്ള കുട്ടി ആയതുകൊണ്ടാ ഞാൻ അവൾക്ക് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക. ഡു യു അണ്ടർസ്റ്റാൻഡ്? വീട്ടിൽ ആ മേഘനെയാണ് എന്റെ കണ്ണിലെ കരടെന്ന് വിചാരിച്ചപ്പോ ഇവിടെ ദേ മേഘനന്ദ എന്റെ ജീവിതത്തിൽ മണ്ണിടാൻ വന്നിരിക്കുക. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ മേഘനന്ദ ഇവിടെ പലതും കൈയടക്കും.
മുൻപോട്ടുള്ള യാത്രയിൽ ഈ കമ്പനിയിൽ എന്നെക്കാൾ ഉയർന്ന സ്ഥായിയിൽ അവൾ എത്തിയെന്നിരിക്കും. അതിനു മുമ്പ് മുളയിലെ അവളെ നുള്ളിക്കളയണം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മിഥുനേട്ടൻ ഓഫീസിലേക്ക് പോകണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് പോയതാ. ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയെന്നറിഞ്ഞ ഏട്ടന്റെ വാക്കുകൾ വില വെക്കാത്തത് പോലെയാവും. ഇനി പോവാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന ഓഫീസിൽ മേഘനന്ദ വരാത്തതിന്റെ ചോദ്യം ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈശ്വര? ആരും കാണാതെ പോവാന്ന് വെച്ച് നടക്കുന്നു തോന്നുന്നില്ല. അമ്മയും അച്ഛമ്മ ഹാളിൽ തന്നെ ഇരിക്കാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ എവിടേക്കാ എന്താന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും. ചിലപ്പോ പോവണ്ടെന്നും പറയും. മേഘനയ്ക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ. മോളെ മേഘനെ, എന്താ അച്ഛാ? എന്താ നിനക്ക് വല്ലാത്തൊരു പരിഭ്രമം? എന്തു പറ്റി? എന്താന്നാ പറയച്ചാ? മിഥുനേട്ടൻ എന്റെ കൈ വയ്യാതിരിക്കുന്നത് കൊണ്ട് ഓഫീസിൽ പോകണ്ട, ലീവ് എടുത്തോ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് മേഘനന്ദയോട് ഉടനെ വരാനും പറഞ്ഞിരിക്ക. ഞാനിപ്പോ ഒരു ത്രിശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെയായി. എന്നത്തെയും പോലെ നീ ഓഫീസിലേക്ക് പോണം. ആര് ചോദിക്കാനാ? അങ്ങനെ ചെയ്താ ഞാൻ മിഥുനേട്ടന്റെ വാക്കുകളെ വില വെക്കാതെ ഇറങ്ങിപ്പോയത് പോലെയാവില്ലേ അച്ഛാ? അത് വീട്ടിൽ ആരെങ്കിലും മിഥുനേട്ടനോട് പറയുകയാണെങ്കിൽ. അതും ശരിയാ, അത് മതി പ്രശ്നം ഉണ്ടാവാൻ. ആ, നീ ഒരു കാര്യം ചെയ്. എന്താ പറയേ? നിന്റെ റൂമിന്റെ ഡോറ് ചാരിയിട്ടിട്ട് വീടിന്റെ ബാക്കിലെ ഗേറ്റിൽ കൂടെ ഓഫീസിലേക്ക് പോണം. ഇവിടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ റൂമിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. അതുപോലെ നീയും ഓഫീസിലെ പണികളൊക്കെ തീർത്തിട്ട് എത്രയും വേഗം വീട്ടിലെത്താൻ നോക്കണം കേട്ടോ. അപ്പൊ ആരും ഒന്നും അറിയേയില്ല, ആരോടും ഉത്തരം പറയേണ്ട കാര്യമില്ല. ഇതിലിനിയിപ്പോ എന്താ ആലോചിക്കാതിരിക്കുന്നത്? കുഴപ്പമില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? നമുക്കിപ്പോ അതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. നീ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ പുറത്തു പോവാന്നുള്ള കാര്യം ഒരു പൂച്ച പോലും അറിയരുത്. അതുപോലെ അവിടുന്ന് തിരിച്ചു വരുമ്പോഴും പുറകെ കൂടെ തന്നെ കയറിയാ മതി. അപ്പൊ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മിഥുൻ, നമുക്ക് തുടങ്ങിയാലോ? ഒരു 5 മിനിറ്റ്സും കൂടെ. നമ്മുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ബിൽഡിങ്സിന്റെ ഡിസൈൻ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, നിങ്ങളുടെ കമ്പനിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും സക്സസ്ഫുൾ. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ നിങ്ങളെ തന്നെ അപ്രോച്ച് ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള നീക്കങ്ങളൊക്കെ എങ്ങനെയാ, കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ ഞങ്ങളാകെ എക്സൈറ്റഡ് ആയിരിക്കുക. എന്തായാലും ഈ മീറ്റിംഗ് സക്സസ്ഫുൾ ആവുമെന്ന് ഉറപ്പാ. ദാറ്റ്സ് ഫോർ ഷുവർ. നിങ്ങളുടെ എക്സ്പെക്ടേഷന് യാതൊരു മങ്ങലും ഏൽക്കില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. വാട്ട് ഈസ് ദിസ് മിഥുൻ? ആഫ്റ്റർ ഓൾ ഒരു ചെറിയ എംപ്ലോയി ആയ മേഘനന്ദയ്ക്ക് വേണ്ടി ഇത്രയും വലിയ ക്ലയൻസിനെ വെയിറ്റ് ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ? മഞ്ജരി, ക്യാൻ യു പ്ലീസ് വെയിറ്റ് ഫോർ 10 മിനിറ്റ്സ്? അതല്ല മിഥുൻ, അവർക്കും തിരക്കൊക്കെ ഉണ്ടാവില്ലേ? അവരുടെ ബിസി ഷെഡ്യൂൾസിൽ ഓരോ മിനിറ്റും എത്ര വാല്യുബിൾ ആയിരിക്കും നിനക്കും അറിയാവുന്നതല്ലേ? എന്നിട്ട് മേഘനന്ദയ്ക്ക് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. മഞ്ജരി, ഇവരുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും മേഘനന്ദയുടെ കയ്യിലായിരിക്കുന്നേ. തുടക്കം തൊട്ട് മേഘനന്ദയാണല്ലോ ഈ പ്രോജക്റ്റ് ഡീൽ ചെയ്യുന്നേ. അതുകൊണ്ട് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലത്. അതുകൊണ്ട് അവൾ വരുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. നീ നേരത്തെ അവളെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ട് ഇതുവരെ അവൾ എത്തിയിട്ടില്ല. അപ്പൊ എന്താ അവളുടെ ഉദ്ദേശം? എപ്പ ചെന്നാലും കുഴപ്പമില്ലെന്ന് കരുതുന്നോ? അതോ ഇനി അവള് വരുന്നവരെ എല്ലാവരും കാത്തുകെട്ടി കിടക്കോന്നുള്ള വിചാരോ? മഞ്ജരി പ്ലീസ്, ഇത് ചെറിയൊരു കാര്യം, അത് വലുതാക്കാൻ നോക്കണ്ട. എക്സ്ക്യൂസ് മീ സർ. ഓ മേഘനന്ദ, പ്ലീസ് കം.
സർ, ദിസ് ഇസ് മേഘനന്ദ. ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും മേഘനന്ദ എക്സ്പ്ലെയിൻ ചെയ്യും. മേഘനന്ദ, തുടക്കം തൊട്ട് താനാണല്ലോ ഈ പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്നത്. സോ താൻ തന്നെ ഇതിനെപ്പറ്റി ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്യണം. സർ ഞാനെങ്ങനെയാ? വൈ നോട്ട് മേഘനന്ദ? ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും തനിക്ക് തന്നെയല്ലേ അറിയാവുന്നത്. സോ യു ഹാവ് ടു എക്സ്പ്ലെയിൻ. സർ അതുകൊണ്ടല്ല സർ, എനിക്കതിന് സാധിക്കുമെന്ന്. യു സി മേഘനന്ദ, ഇങ്ങനെ സാധിക്കുകയോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. നമ്മളത് ചെയ്തിരിക്കും. ഈ പ്രസന്റേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള ധൈര്യം തനിക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെയുള്ളൂ ഇതെല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന കാര്യവും. ഇവിടെ എല്ലാവരും തന്റെ പ്രസന്റേഷൻ കാണാൻ വേണ്ടിയാ കാത്തിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് തയ്യാറാക്കാൻ താൻ കാണിച്ച ആ ആത്മസമർപ്പണം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒന്ന് കാണിച്ചാൽ മതി. നമ്മുടെ ആത്മവിശ്വാസം തന്നെയാ നമ്മളെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുന്നതും.